അപ്പോൾ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇതിൻ്റെ 9ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ തുടങ്ങിയത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയിലാണ്. സ്വർഗം ലക്ഷ്യമാക്കി നാം യാത്ര ചെയ്യണമെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഉറപ്പിക്കാൻ നമുക്ക് 1ാമത്തെ ആഴ്ചത്തെ ക്ലാസ് സഹായിച്ചിട്ടുണ്ട്. 2ാമത്തെ ആഴ്ച സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തെക്കുറിച്ചായിരുന്നു. 3ാമത്തെ ആഴ്ചയിലേക്ക് വന്നപ്പോൾ നമ്മുടെ പാവാവസ്ഥയെക്കുറിച്ച്, 4ാമത്തെ ആഴ്ചയിൽ യേശുവിലൂടെ കൈവന്ന രക്ഷയെക്കുറിച്ച്, 5 വിശ്വാസ പ്രത്യുത്തരത്തെക്കുറിച്ചും 6 മാനസാന്തര പ്രത്യുത്തരത്തെക്കുറിച്ചുമാണ്, 7 പരിശുദ്ധാത്മാവിനെ കുറിച്ച്, 8 കൂട്ടായ്മയെക്കുറിച്ച്, 9ാമത്തെ ഈ ആഴ്ചയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സഭയുടെ, നമ്മുടെ ഓരോരുത്തരുടെയും അടിസ്ഥാനപരമായ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ് എന്ന തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്ലൈഡ് ഫുൾ സ്ക്രീനിൽ വരികയില്ല, കാരണം ലാപ്പിൽ ഇന്നലെ വൈകിട്ടായപ്പം ഒരു പരസ്യം വരുന്നുണ്ട്, അത് പോകുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാണാലോ അല്ലേ? കാണാം കാണാം. എല്ലാവരോടും സുവിശേഷം പ്രസംഗിച്ച സഭയുടെ ദൗത്യത്തിൽ പങ്കുചേർന്ന നിത്യജീവനും സ്വർഗ സൗഭാഗ്യം ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാം. അപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷം നമ്മുടെ ജീവിച്ചുകൊണ്ട് സുവിശേഷം എല്ലാവരോടും പങ്കുവെച്ച് നിത്യജീവൻ സ്വർഗ സൗഭാഗ്യം ലക്ഷ്യമാക്കി ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തണമെങ്കിൽ, സ്വർഗ സൗഭാഗ്യം നമ്മുടെ ഭാഗമായി തീരണമെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഈ ഒരു കടമ നാം നിർവഹിക്കണം. അത് കൂട്ടായ്മയിൽ നിന്നാണ് നമ്മെ അയക്കുന്നത്, സഭയാണ് നമ്മെ അയക്കുന്നത്. ആ സഭ നമ്മെ അയക്കുമ്പോൾ ആ സഭയുടെ ദൗത്യം നമ്മൾ പൂർണ്ണമായും അതേ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് സുവിശേഷം ജീവിച്ച് ആ ജീവിക്കുന്ന സുവിശേഷം ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-19 തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് അപ്പസ്തോലന്മാരെ ഓർമ്മപ്പെടുത്തുന്ന, അവരെ ഏൽപ്പിക്കുന്ന ദൗത്യമാണ് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്കാണ്, അതിനാൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം പങ്കുവെക്കാൻ നമ്മെ തയ്യാറാക്കുന്നത്, നേരത്തെ ജോസിയേട്ടൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ പരിശുദ്ധാത്മാവാണ്. നാളെ ഞായറാഴ്ച പെന്തക്കോസ്താ ദിനമാണല്ലോ. പ്രത്യേകമായിട്ട് ഈ പെന്തക്കോസ്തയ്ക്കായി നാം ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കുന്നതിന്, ജീവിക്കുന്നതിന് നമ്മെ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. ഇത് പഴയ നിയമത്തിലും നമ്മൾ ഈ വലിയ ദൗത്യത്തെയും വിളിയെയും കടമയെയും കുറിച്ച് പഴയ നിയമത്തിന്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ഉം 12-ഉം തിരുവചനങ്ങൾ നമ്മൾ വരുമ്പോൾ ഇപ്രകാരം, പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 11-12, മോശ ദൈവത്തോട് ചോദിച്ചു, ഫറവോയുടെ പക്കൽ പോകാനും ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, മോശയോട് പോകാൻ പറയുമ്പോൾ ഞാൻ ആരാണ് അവരെ പുറത്തു കൊണ്ടുവരാൻ, ഈ ഒരു ദൗത്യം ചെയ്യാൻ ഞാൻ ആരാണ് എന്ന് ചോദിക്കുക. ഒരുപക്ഷെ നമ്മുടെയും ചോദ്യം, നമ്മുടെ ഉള്ളിൽ ചോദ്യം ഉണ്ടാവും, ഈ സുവിശേഷം പങ്കുവെക്കാനും പ്രഘോഷിക്കാനും ഞാൻ ആരാണ്, എന്നെ ആരാണ് അയക്കുക എന്ന് വലിയൊരു ചോദ്യം ചോദിക്കുമ്പോൾ മോശയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോശയോട് ദൈവമായ കർത്താവ് പറയുന്ന ഉത്തരം എങ്ങനെയാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ തീർച്ചയായും ഉണ്ടായിരിക്കും, ഞാൻ തന്നെയാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും നിനക്കുള്ള അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കും. ഞാൻ തന്നെയാണ് നിങ്ങളെ അയക്കുന്നത്. ഈശോ, പിതാവായ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ തീർച്ചയായും ഉണ്ടായിരിക്കും, ഞാൻ തന്നെയാണ് നിന്നെ അയക്കുന്നത്. അപ്പൊ മോശയോട് ഈ പിതാവായ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഈശോയെ പിതാവായ ദൈവം അയക്കുമ്പോൾ, എല്ലാ അധികാരവും നൽകി അയക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ മർക്കോസിന്റെ സുവിശേഷം 16-15 നമ്മൾ വായിക്കുന്നത്, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ആയിരിക്കുമ്പോൾ അവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കാനാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട, ഇപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ ജീവിതത്തിന്റെ പല കാരണങ്ങൾ കൊണ്ടും പല സാധ്യതകൾ കൊണ്ടും നിങ്ങൾ അവിടെ എത്തിയതായിരിക്കാം. പക്ഷെ അവിടെ എന്തിനാണ് എത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെയുള്ള മനുഷ്യരോട്, പ്രകൃതിയോട്, പ്രപഞ്ചത്തോടൊക്കെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പങ്കുവെക്കൽ കൊണ്ടും സുവിശേഷം പ്രസംഗിക്കാനാണ് അവിടുന്ന് നമ്മെ അയച്ചത്. മോശയെ
പിതാവായ ദൈവം ഫറവോയുടെ പക്കലേക്ക് അയച്ചതുപോലെ തന്നെ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ, ആ പ്രതിസന്ധിയിൽ, ആ പ്രശ്നങ്ങളുടെ ഇടയിൽ അയച്ചതുപോലെ തന്നെ ദൈവം ഈ കാലഘട്ടത്തിൽ, ഈ സമയത്തിൽ, ഈ സാഹചര്യത്തിൽ നമ്മെ ഓരോരുത്തരെയും, നാം ആയിരിക്കുന്ന കുടുംബത്തിൽ, നാം ആയിരിക്കുന്ന ജീവിക്കുന്ന സാഹചര്യത്തിൽ, ജോലി ചെയ്യുന്ന ഇടത്ത്, നമ്മുടെ രാജ്യത്ത് ചുറ്റുപാട് അവിടുന്ന് നമ്മെ അയച്ചിരിക്കുകയാണ് എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 4:43 നാം വായിക്കുന്നത്, എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ അയക്കുന്നത്. ഈശോ പറയുകയാണ്, മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കണം, അതിനുവേണ്ടിയാണ് പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. അത് യേശയ്യയുടെ ദൗത്യത്തെ കുറിച്ചാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. അനന്തരം നാഥന്റെ ശബ്ദം മുഴങ്ങുന്നത് ഞാൻ കേട്ടു. ആരാണ് നാഥൻ? ദൈവം. ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? യേശയ്യയുടെ ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? പ്രിയപ്പെട്ടവരെ, ഈ സായം സന്ധ്യയിൽ നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കാതുകളിൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ സുവിശേഷം ജീവിക്കാൻ, ഈ സുവിശേഷം പ്രഘോഷിക്കാൻ, ഈ സുവിശേഷം പങ്കുവെക്കാൻ ആരാണ് പോവുക? ആരെയാണ് ഞാൻ അയക്കുക? വളരെ വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. ആരാണ് പോകുന്നത്? ആരെയാണ് ഞാൻ അയക്കുന്നത്? ഈ ചോദ്യം യേശയ്യയോട് ദൈവമായ കർത്താവ് ചോദിക്കുമ്പോൾ, പിതാവായ ദൈവം ചോദിക്കുമ്പോൾ, യേശയ്യ പറയുന്ന മറുപടി പ്രകാരമാണ്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതാ ഞാൻ, എന്നെ അയച്ചാലും. പ്രിയപ്പെട്ടവരുടെ, മാമോദീസ എന്ന കുദാശയിലൂടെ ഈ ലോകത്തിൽ സുവിശേഷം പങ്കുവെക്കാൻ ഞാൻ ആരെയാണ് അയക്കുക എന്ന് ചോദിക്കുമ്പോൾ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന ഉത്തരം തന്നെയാണ് മാമോദീസായിൽ സ്ഥൈര്യലേപനത്തിൽ നാം ഏറ്റെടുത്തുകൊണ്ട് ഈ സുവിശേഷം പ്രഘോഷിക്കാൻ യേശയ്യ പോലെ തിന്മ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ, കലുഷിതമായ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഈ സുവിശേഷം പ്രഘോഷിക്കാൻ യേശയ്യ പ്രവാചകനെ പോലെ നമുക്കും പറയേണ്ട ഒരു ദൗത്യമുണ്ട്. ഇതാ പിതാവേ, എന്നെ അയച്ചാലും. ഐ ആം റെഡി, ഞാൻ റെഡിയാണ്, എന്നെ അയച്ചാലും. സെൻഡിങ് ഫോർ. സഭ നമ്മെ അയച്ചിരിക്കുകയാണ്. സഭ നമ്മെ ഈ സുവിശേഷം പങ്കുവെക്കാനായിട്ട് ഈശോയെ പിതാവായ ദൈവം അയച്ചതുപോലെ തന്നെ അവിടുന്ന് നമ്മെ, അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 20:21 നമ്മൾ വായിക്കുന്നത്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും അയക്കുകയാണ്. യേശയ്യാ പ്രവാചകനോട് ചോദിച്ചതുപോലെ ചോദിക്കുമ്പോൾ തിരിച്ച് ഒരു മറുപടി നാം പറയേണ്ടതുണ്ട്. എൻ്റെ അസ്ഥിയുടെ ഉള്ളിൽ, എൻ്റെ മാംസത്തിൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ അടങ്ങാത്ത ഒരു അഗ്നിയായി നിന്നെ പ്രഘോഷിക്കാൻ, നിന്നെ പങ്കുവെക്കാനുള്ള ഒരു തീവ്രമായ അഭിലാഷം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ 20:21 യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. അപ്പോൾ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പിതാവ് ഈശോയെ, പുത്രനെ ഈ ലോകത്തിലേക്ക് എന്തിനു വേണ്ടിയാണോ അയച്ചത്, അതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും, ദൈവരാജ്യമായി ജീവിക്കുന്നതിനും, ദൈവരാജ്യം പങ്കുവെക്കുന്നതിനുമായി അവിടുന്ന് നമ്മെ അയച്ചിരിക്കുകയാണ്. അതിനാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ തിരുവചനം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്. 6-ാമത്തെ ഇങ്ങനെയാണ് പറയുന്നത്. ജെറമ്യാ പറയുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ നാഥനായ കർത്താവേ, ഇതാ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, കാരണം ഞാൻ കേവലം ബാലനാണ്. ജെറമ്യയെ അയക്കാൻ പിതാവായ ദൈവം പറയുമ്പോൾ അവിടുന്ന് പറയുകയാണ്, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല, ഞാൻ ബാലനാണ്, എനിക്കൊന്നും അറിയത്തില്ല. ഒരുപക്ഷെ ഈ പിതാവ് എന്നെ അയച്ചതുപോലെ നമ്മെയും അവിടുന്ന് അയക്കുമ്പോൾ നമ്മോടും പലപ്പോഴും പറയുന്നത്, എനിക്ക് സംസാരിക്കാനായിട്ട് പാഠവുമില്ല, എനിക്ക് ഇതിനെക്കുറിച്ച്, ഈ സുവിശേഷത്തെക്കുറിച്ച് ആഴമായ അറിവില്ല, ഞാൻ ഈ കാര്യത്തിൽ വെറും ബാലനാണ്, ശിശുവാണ്, എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളില്ല,
ഇതിനെക്കുറിച്ചുള്ള പഠനമില്ല, പാണ്ഡിത്യമില്ല. എങ്ങനെ മറ്റൊരാളോട് സംസാരിക്കണമെന്ന്, ഈ സുവിശേഷം പങ്കുവെക്കണമെന്ന്, ഈ സുവിശേഷത്തിന് അന്തസ്സത്തെ എങ്ങനെ കൈമാറണമെന്ന് എനിക്കറിയത്തില്ല എന്ന് ജെറമ്യാ പ്രവാചകനെ പോലെ നാം പറയുമ്പോൾ കർത്താവ് നമ്മോട് അരുളി ചെയ്തു, ഞാൻ ബാലനാണ് എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്നിടത്തെല്ലാം നീ പോകണം. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, എന്നാൽ നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. വളരെ അടിസ്ഥാനപരമായി അടിവരയിട്ട് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ജെറമ്യാ പ്രവാചകനോട് പറയുന്ന വാക്കുകളാണ്. നിങ്ങൾ ആ ദൈവവചനം നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6ഉം 7ഉം തിരുവചനങ്ങൾ. അതുപോലെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ ബാലനാണ് എന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്കെല്ലാം നീ പോകണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, എന്നാൽ നിന്നെ രക്ഷിക്കാൻ നിന്നോട് കൂടെ ഞാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ബാലനാണ്, എനിക്കൊന്നും അറിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയരുത്. മറിച്ച് ദൈവമായ കർത്താവ് നമ്മെ അയക്കുന്ന ഈ സാഹചര്യത്തിൽ, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത്, അമേരിക്കയിൽ നിങ്ങൾ ആയിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യത്തിൽ, ചുറ്റുപാടിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ഈ സുവിശേഷം പങ്കുവെക്കാനാണ് അവിടുന്ന് നമ്മെ അയക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ വിചാരിക്കുന്നു 91-ൽ ധ്യാനം കൂടിക്കഴിഞ്ഞ ദീപകാരുണ്യനാഥനായ ഈശോയുടെ പക്കൽ ഞാൻ എടുത്തൊരു തീരുമാനം, ഞാൻ ഇനി എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ളതാണ് എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ആഴമായ ബോധ്യത്തിൽ നിന്നോ ചിന്തകളിൽ നിന്നോ അല്ല, മറിച്ച് ആ ധ്യാനത്തിന്റെ അവസാനം എനിക്കുണ്ടായ ഒരു വ്യക്തിപരമായ ഒരു തോന്നലിൽ നിന്ന് ഞാൻ ദീപികാരൻ്റെ സന്നിധിയിൽ എഴുതി സമർപ്പിച്ചതാണ്. അന്ന് ഞാൻ SLC കഴിഞ്ഞ് +2-ലേക്ക്, അന്ന് പി ഡിഗ്രി ITIയിലേക്ക് ഞാൻ പഠിക്കാൻ പോകുന്ന സമയമാണ്. അന്ന് കടലാസിൽ എഴുതി ഞാൻ സമർപ്പിച്ചു, കർത്താവ് ഇനി വെള്ളി, ശനി, ഞായർ കർത്താവിന് വേണ്ടിയാണ് എന്ന് ഞാൻ എഴുതി സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് അതിനുശേഷം ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ ഇടവിലെ വീടുകളിൽ കയറി ഇറങ്ങി എല്ലാവരോടും സുവിശേഷം പറഞ്ഞ് കുട്ടികളെയൊക്കെ ധ്യാനത്തിന് പറഞ്ഞു വിട്ട് എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയി അവിടെ ജിസ്യുദ്ധമായി മറ്റ് പ്രോഗ്രാമുകളിലൊക്കെ സഹായിച്ച് അടുക്കളയിൽ പണിയെടുക്കാനൊക്കെ ആയിട്ട് വെള്ളിയാഴ്ച മുതൽ ശനി, ഞായർ ദിവസങ്ങളിൽ ഞാൻ സമയം കണ്ടെത്തി. അന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചിന്ത ഇതേ ഉള്ളൂ, ഞാൻ കർത്താവിനോട് പറഞ്ഞ വാക്കാണ്, ആ വാക്ക് ഞാൻ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നീട് സാവധാനം എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മുഴുവൻ സമയവും സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ടുള്ള വഴികൾ കർത്താവ് തന്നെ തുറന്നു തന്നു. എനിക്കിന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഈ സുവിശേഷം പങ്കുവെക്കാനായിട്ട് എനിക്കാവില്ല. ഞാനിപ്പോൾ ആൽഫയുടെ BTH കഴിഞ്ഞു, ആ ഡിഗ്രി ഇപ്പം കിട്ടുകയുള്ളൂ. മറിച്ച് SLCയും ഗുസ്തിയും മാത്രമേ എൻ്റെ കയ്യിൽ സാധാരണ നാടൻ ഭാഷ പറഞ്ഞാലുള്ളൂ. അറിയാവുന്ന മാതൃഭാഷ മലയാളം മാത്രമാണ്. പക്ഷെ ആ മാതൃഭാഷയിൽ ഉള്ള അത്രയും അറിവോ പാണ്ഡിത്യമോ ഉള്ള ബാലനായ എന്നെ ധാരാളം യുവജനങ്ങളുടെ ഇടയിലും മുതിർന്നവരുടെ ഇടയിലും സെമിനാരികളിലും സിസ്റ്റേഴ്സിൻ്റെ ഇടങ്ങളിലും പിതാക്കന്മാരുടെ അടുത്തൊക്കെ ഈ സുവിശേഷം പങ്കുവെക്കാനായിട്ട് കർത്താവ് ഞാൻ പോലും അറിയാത്ത വഴികളിൽ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലും അവിടുന്ന് എന്നെ കൊണ്ടുപോയെങ്കിൽ ഈ അടിസ്ഥാനപരമായ കർത്തവ്യം നമ്മെ ഏൽപ്പിച്ചതാണെന്നുള്ള ബോധ്യം ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ ആഴത്തിൽ സുവിശേഷം പങ്കുവെക്കാതിരിക്കാനായിട്ടാവില്ല. അതിന് ഏതെങ്കിലും വിധത്തിലുള്ള സാധ്യതകൾ കണ്ടെത്തുകയും ഉണ്ടാക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യണമെന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 1:8 അതുകൊണ്ടാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും എന്നുള്ള ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ജോഷി അച്ഛൻ എത്തിയിട്ടുണ്ടോ? ഓക്കെ. ബാക്കി ജോഷി അച്ഛൻ എന്നാച്ചാ ഷിബു തുടർന്നു തീർച്ചയായിട്ട് ഞാൻ കയറിക്കൊള്ളാം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പെന്തക്കുസ്ത അനുഭവം, പ്രത്യേകമായിട്ട് ഈ ഞായറാഴ്ച പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ, ആഗോള സഭ മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു നവ്യമായ പെന്തക്കുസ്തയുടെ അനുഭവത്തിനായി നിരന്തരം നാം ഓർക്കേണ്ടത് ഈ സുവിശേഷം പങ്കുവെക്കാനായിട്ടുള്ള, സുവിശേഷം അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള, സുവിശേഷം ഉറക്കെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും പ്രഘോഷിക്കാനായിട്ടുള്ള വലിയ കരുത്ത് അപ്പസ്തോലന്മാർ സഹ്യോൻ ഊട്ടിശാലയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭയവികലരായിരുന്ന
ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ അവർ ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ, ആത്മാവ് സജീവമായപ്പോൾ, അവർ മറ്റ് 11 പേരോടൊപ്പം പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പ്രഘോഷിക്കുകയാണ്, തങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും പിതാവായ ദൈവം മരിച്ചവരിന്ന് ഉയർപ്പിക്കുകയും പിതാവിന്റെ വലതുഭാഗത്തേക്ക് എഴുന്നള്ളുകയും ചെയ്ത നസറേയനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഉറക്കെ പ്രഘോഷിച്ചതുപോലെ ജീവിതം കൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം നാം വഹിക്കണമെന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദിമ ക്രൈസ്തവ സഭ മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി ധീരതയോടെ സാക്ഷ്യം വഹിച്ച തൻ്റെ ദിവ്യനാഥനിൽ നിന്ന് ഏറ്റെടുത്ത ആ കൽപ്പന അങ്ങേയറ്റം വിശ്വസ്തയോടെ നിർവഹിച്ച ആദിമ ക്രൈസ്തവ സമൂഹത്തെയാണ് നാം കാണുക. അവര് അതിന്റെ പേരിൽ എല്ലാം രക്തസാക്ഷിത്വം വഹിച്ച ആദ്യത്തെ രക്തസാക്ഷി നമുക്കറിയാം, കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട സ്റ്റീഫൻ. പ്രത്യേകമായിട്ട് ആദ്യത്തെ രക്തസാക്ഷി കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയും മറ്റോരോരുത്തരും നിരവധി പീഡനങ്ങളിലൂടെ സ്വന്തം ജീവിതം ബലിയായി നൽകിക്കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചവരാണ് ഓരോ അപ്പസ്തലന്മാരും. യോഹന്നാൻ ശ്ലീഹാ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷിത്വം വഹിച്ചു എന്നുള്ളതാണ്. തലകീഴായി കുരിശിൽ കിടന്ന പത്രോസും തല വെട്ടിയെടുക്കപ്പെട്ട പൗലോസ് ശ്ലീഹായെയും രക്തം ചിന്തിയ മറ്റ് അപ്പസ്തോലന്മാരുടെ ഒക്കെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ചിതറിക്കപ്പെട്ട അവർ എത്തിച്ചേർന്ന ഇടങ്ങളിലൊക്കെ ആത്മാവിന്റെ നിറവോടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെയും അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാനാണ്. മാമോദീസ വഴി സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വം അവിടുന്ന് നമുക്ക് നൽകുകയാണ്. ഈ തൈലാഭിഷേകം പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ധൈര്യവും കൃപയും അവിടുന്ന് നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പെന്തക്കോസ്ത് ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. യേശയ്യാ പ്രവാചകനോട് പിതാവായ ദൈവം ചോദിച്ചതുപോലെ, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് എനിക്കായി പോവുക? ബാലനായ ജെറമ്യയോട് അവിടുന്ന് പറഞ്ഞതുപോലെ, നീ ബാലനാണ് എന്ന് പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്കൊക്കെ നീ പോകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും അവിടുന്ന് നമ്മെ ഈ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് നമ്മെ ഏൽപ്പിക്കുകയാണ്. ഈ സുവിശേഷം നാം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ പൗലോസ് അപ്പസ്തോലന്റെ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ നാം സ്വന്തമാക്കണമെങ്കിൽ, സ്വർഗത്തിൽ എത്തണമെങ്കിൽ ആത്മനിറവോടുകൂടെ സഭയിൽ നിന്നുകൊണ്ട് സുവിശേഷം ഫലപ്രദമായി ജീവിക്കുകയും പ്രഘോഷിക്കുകയും പങ്കുവെക്കുകയും വേണമെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരു നിമിഷം ഈ ചിന്തയില്ല നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ ഏൽപ്പിച്ചുകൊണ്ട്